സത്യത്തിൽ അതിനെയൊക്കെ പറ്റിയൊക്കെ പറയേണ്ടത് നല്ല നാടൻ ഭാഷയിലാണ് മറുപടി പറയേണ്ടത്. എന്തേലും കിട്ടിയ എല്ലാ ട്രേഡും കഴിഞ്ഞ് എഴുതി കൊടുത്തു, ഒന്നും കിട്ടിയില്ല. എന്തിനാണ് ഇത് ചെയ്തത്? ഇത് ചെയ്തത് കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF-മായിട്ടുള്ള ഒരു ഡീലിന്റെ ഭാഗമാണ്. ഞാൻ കൃത്യമായി വ്യക്തമായി പറയുന്നു, ഇടതുപക്ഷ മുന്നണിയെ BJP UDF ഡീലിന്റെ ഭാഗമായി ചതിച്ച് തോപ്പിച്ചതാണ്. ഇരവിപുരത്ത് ഒരു നിയോജക മണ്ഡലമുണ്ട്, ഒരൊറ്റ മണ്ഡലം ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം BJP പിടിച്ച 21,000 വോട്ട് ഈ പ്രാവശ്യം 10,000 ഉള്ളൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നൌഷാദ് തോറ്റത് 8,300 വോട്ടിന്. കേരളത്തിൽ BJP അവരുടെ സഖ്യകക്ഷികൾ കൊടുത്ത 40 സീറ്റുണ്ട്. ആ 40 സീറ്റിലെ വോട്ടിന്റെ കണക്ക് പരിശോധിക്കുക. കേരളത്തിലെ ഏതാണ്ട് 60-70 മണ്ഡലങ്ങളിൽ കൃത്യമായ ഡീലുണ്ടാക്കി. അവിടെയെല്ലാം ഇടതുപക്ഷത്തെ തോപ്പിക്കാൻ വോട്ട് പറിച്ചു കൊടുത്തു. ഞങ്ങൾ എണ്ണം പറഞ്ഞു പറയാൻ പോവാണ്. എന്നിട്ട് അവർ പ്രചരിപ്പിച്ചു CPM BJP ഡീലാണ്, പിണറായി വിജയൻ മോഡി ഡീലാണ്. എന്നിട്ട് വല്ല സംഭവിച്ച പിണറായി വിജയൻ മോഡി ഡീലാണ് ഇന്ന് റെഡി ചെയ്യുമോ? ഈ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ മേനോൻ കള്ളമാണ് പറയുന്നത്, UDF കള്ളമാണ് പറയുന്നത്, ഇത് തെറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഒരിക്കലും ഈ വർഗീയ ശക്തികളുമായി യോജിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കാം ന്യൂനപക്ഷ മേഖലയിലൊക്കെ ഞങ്ങൾക്ക് കുറേയേറെ വോട്ട് നഷ്ടപ്പെട്ടു. ഞങ്ങൾ തോറ്റു, ഞങ്ങൾ സമ്മതിച്ചു. അപ്പൊ കേരളത്തിൽ ഈ ഉണ്ടാക്കിയ ഡീല് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അതിന്റെ അന്തിമ ചർച്ചയിലേക്ക് എത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെല്ലുന്നു, 2 തവണ പോയി. എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മംഗലാപുരത്ത് പോയി ഈ പറയുന്ന BJP NDA നേതാക്കന്മാരെ കണ്ടത്? ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയത്. ജനങ്ങൾക്കറിയണ്ടേ? ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി ജനങ്ങൾക്ക് അറിയാൻ ഉത്തമമായി ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന വിഷയമല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോയി ഡീലുണ്ടാക്കുന്നു. കോൺഗ്രസുകാർക്കൊക്കെ ഇതിനകത്ത് പങ്കെടുത്തെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഡീലിൽ പങ്കെടുത്തിരിക്കുന്ന വളരെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരേ ഉള്ളൂ. കേരളത്തിലെ UDF-നെ കോൺഗ്രസിനെ BJP-യുടെ തൊഴുത്തിൽ കെട്ടാനുള്ള അച്ചാരം വാങ്ങിയതിന്റെ ഫലമാണ് ഈ റെയ്ഡ് എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അതാണ് വസ്തുത. കോൺഗ്രസിനെ വിൽക്കൂവര്, അത് അവസാനം കണ്ടു. ഇടതുപക്ഷത്തെ തകർത്ത് കോൺഗ്രസിനെ വിറ്റ് BJP അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാക്കേജ്, ഒരു ഡീൽ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് പാർട്ടിയുടെ സമന്വയ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിയമവിരുദ്ധമായ കാര്യം, അങ്ങേറ്റ നിയമവിരുദ്ധമായ കാര്യം. ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് കൊടുക്കാൻ കോടതി പറഞ്ഞത് കൊടുക്കുന്നതിന് പകരം നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. ഇത് അധികാരത്തിന്റെ അഹങ്കാരമാണ്. ഇനി ഞാൻ SFI കുട്ടികളെ അടിച്ചു കണ്ടില്ലേ? SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആലപ്പുഴ ജില്ലക്കാരനാണ് ശിവപ്രസാദ്, കൈതല്ലി ഒടിച്ചു. എത്ര ഭീകരമായിട്ട് ആക്രമിച്ചു. ഇവിടെ ഒരു MLA ആയ ചെറുപ്പക്കാരൻ നേരത്തെ KSUവിന്റെ നേതാവായിരുന്നപ്പോ ഒരു പോലീസിന്റെ ലാത്തിയടിയെ പറ്റി എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത്? പട്ടിയെ തല്ലുന്ന പോലെയല്ലേ കേരളത്തിലെ SFI നേതാക്കന്മാരെ തല്ലി കൈയും കാലും തല്ലി ഒടിച്ചത്? എന്തിനു വേണ്ടിയാണ്? SFI കേരള യൂണിവേഴ്സിറ്റി ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചു. ആ ജയിച്ചതിന് പ്രകടനം നടത്താൻ പോയപ്പോ കല്ലെടുത്ത് SFI നേതാക്കന്മാരെ ആക്രമിക്കുകയാണ് KSU. അവരെ ആക്രമിക്കുന്നവരെ ഓടിക്കേണ്ടതിന് പകരം സമാധാനപരമായി പ്രകടനം നടത്തിയവരെ ആക്രമിച്ചു. അപ്പൊ കേരളം ഇന്നിപ്പോ ഞങ്ങൾക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കേരളത്തിലെ 40% ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് നല്ലതുപോലെ UDF മനസ്സിലാക്കിക്കോണം, BJP മനസ്സിലാക്കിക്കോണം. ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്രമിക്കാനും അവരുടെ വീടുകൾ സ്വൈരമായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഈ അവസ്ഥയായിരിക്കും ജനങ്ങളിൽ നിന്നുണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയം വേണ്ട. ആ നിലയിൽ ഇത് ഒരു കാലത്ത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം സമാധാനപരമാണ്. ഞങ്ങൾ സമാധാനപരമായി കാര്യങ്ങൾ പറയുകയാണ്. ഇത് കേൾക്കണം, ഭരണാധികാരികൾ കേൾക്കണം. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ഒരു മനുഷ്യനെ 9 മണിക്കൂർ നേരം മൂത്രമൊഴിക്കാൻ പോലും പുറത്തുവിടാതെ അദ്ദേഹത്തിനെ തടവിൽ പാർപ്പിച്ച്, വീട്ടിലിറങ്ങിൽ പാർപ്പിച്ച്, ആക്ഷേപിച്ച് കേരളം മുഴുവൻ മാധ്യമ വേട്ട നടത്തി. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മറുപടി പറയാൻ BJP നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണം. അതാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാമ്പ്. ഞങ്ങൾ പറയുന്ന ആശയം തീർച്ചയായിട്ടും ഇത് അവസാനിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ സുജാത നാസറും പറഞ്ഞല്ലോ, ആ കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, അയാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അയാൾ എന്ത് തെറ്റ് ചെയ്തു? അയാളെ എത്ര ദിവസം, മാസങ്ങളോളം തീഹാർ ജയിലടച്ചു. അത് കൊടുത്തതാരാ? കോൺഗ്രസിന്റെ നേതാവ് കൊടുത്ത പരാതി അടിസ്ഥാനത്തിൽ മോദിയുടെ ഗവൺമെന്റ് തീഹാർ ജയിലടച്ചു.
അവസാനം ഡൽഹിയിലെ ഭരണം പോലും അവർക്ക് നഷ്ടപ്പെട്ടു. അവസാനം കോടതിന് മുമ്പിൽ ആ കേസ് വന്നല്ലോ. എന്താ കോടതി പറഞ്ഞത്? ഒരു തരത്തിലും ഒരു തെറ്റും കെജ്രിവാൾ ചെയ്തിട്ടില്ല, കേസ് പുല്ലുപോലെ എടുത്ത് കളയുന്നു. അതല്ലേ കോടതി പറഞ്ഞത്? ഇന്ന് അദ്ദേഹത്തെ നിരപരാധി തെളിയിച്ചു. പക്ഷേ മാസങ്ങളോളം ജയിലിൽ കിടത്തി. എന്തിനു വേണ്ടി? രാഷ്ട്രീയ ശത്രുക്കളെ ശത്രുതാ മനോഭാവത്തോടുകൂടി കേന്ദ്ര ഏജൻസികൾ ഉപയോഗപ്പെടുത്തി ആക്രമിക്കുന്നു. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പ്രസംഗിച്ചെന്താ? പിണറായി വിജയനെ എന്തുകൊണ്ടാണ് കൽത്തൂറുകൊണ്ട് അടയ്ക്കാത്തതല്ലേ? രാഹുൽ ഗാന്ധിയുടെ മാതാവിനെയും ചോദ്യം ചെയ്തപ്പോ എന്തായിരുന്നു മാനസികാവസ്ഥ? ഇന്ത്യയിലെ അഴിമതിക്കാരെല്ലാം ബിജെപിയിലേക്ക്, കോൺഗ്രസ് നേതാക്കന്മാരടക്കം പണം ഉണ്ടാക്കിയെല്ലാം ബിജെപിയിലേക്ക് പോകുന്നതിന്റെ കാര്യം എന്താ? കേന്ദ്ര ഏജൻസികളെ പേടിപ്പിച്ചും കൊണ്ടുപോവുകയാണ്. ഇപ്പൊ രാജ്യത്തെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണെന്ന കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഞാനിവിടെ അറിയിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധം തുടരും. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഗവൺമെന്റ് മുൻകൈ എടുക്കണം, തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.